So we have been looking into the electron transfer reactions, right? And we avasana parnirthe pointe if you consider the reaction between ferrocyanide and ferricyanide, you can see that this bond is slightly longer and this is slightly shorter, as we might expected because of the higher oxidation state. It will attract the ligands closer to be slightly shorter, slightly longer. And once the electron gets transferred, this ion 2 becomes ion 3, so it should be shorter. Ion 3 becomes ion 2 and it should be longer. അപ്പോൾ നമ്മൾ കിട്ടുന്ന പ്രോഡക്റ്റ് Fe ഇതെന്തായി മാറും? ട്രാൻസ്ഫറിന് ശേഷം Cn ആയിരിക്കും. ഇതെന്താവും? അയൺ 2 Cn ആയിരിക്കും. ഇപ്പം നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഇതിപ്പോൾ അയൺ 3 സയനൈഡ് ഒരു 115, ഇത് ഒരു 105 ഷോർട്ടർ ഒരു 105, ഇതൊരു 115 ആണെങ്കിൽ ഇത് ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടന്നു കഴിഞ്ഞാലും ഇതെന്തായിരിക്കും? ഇത് 115 105 തന്നെ ആയിരിക്കും. ആസ് പെർ ദി ഫ്രാങ്ക് ഓർഡർ പ്രിൻസിപ്പിൾ ഡ്യൂറിംഗ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഓർ ഇലക്ട്രോണിക് ട്രാൻസിഷൻ no movement of the atoms move much slowly. അപ്പോൾ നമുക്കറിയാം അയൺ 3 സയനൈഡിന് വേണ്ടത് 105 ആണ്, 115 കിട്ടും. 105 വേണ്ടെടുത്തിൽ 115 വേണ്ടെടുത്തിൽ 105 ഉണ്ടാവും, 105 വേണ്ടെടുത്തിൽ 115 ഉണ്ടാവും. സോ ദിസ് ബോണ്ട് ഷുഡ് ഗെറ്റ് കംപ്രസ്ഡ്. 115 നിന്ന് 105 പോകണം, ഇത് 105 നിന്ന് 115 പോകണം. രണ്ടും വൈബ്രേഷനിൽ എക്സൈറ്റഡ് ആണ്. സോ ദാറ്റ് വിൽ റിലീസ് എനർജി ആൻഡ് റിലീസിംഗ് ഓഫ് എനർജി ഡ്യൂറിംഗ് എ റിയാക്ഷൻ, കണ്ടിന്യൂസ് റിലീസ് ഓഫ് എനർജി. രണ്ട് സമയം കാരണം എന്താണ്? ഇതവിടെ നിൽക്കില്ല. അയൺ 2 അയൺ 3 വീണ്ടും ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും. അതിനനുസരിച്ച് വീണ്ടും ഇങ്ങനെ എനർജി റിലീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. പക്ഷെ അത് ക്വൈറ്റ് ഇമ്പോസിബിൾ ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ റിയാക്ഷൻ ഈ രൂപത്തിൽ നടക്കില്ല. അപ്പൊ എന്താ പറഞ്ഞത്? എന്തോ ഈ രണ്ട് ബോണ്ടുകളും ശരിക്കും പറഞ്ഞാൽ റിജിഡ് ആയി 115. ഇപ്പൊ ബോണ്ട് ലെങ്ത് 115 എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് എന്താ അർത്ഥം? അത് അതിന്റെ ഇക്വിലിബ്രിയം ബോണ്ട് ലെങ്ത് ആണ്. അതിനൊക്കെ ലേശം കൂടുകയോ ലേശം കുറയുകയോ ചെയ്തുകൊണ്ടിരിക്കും. ഇൻ കണ്ടിന്യൂസ് സ്റ്റേറ്റ് ഓഫ് വൈബ്രേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് സ്പിയേഴ്സ് തമ്മിൽ ഒരു സ്പ്രിംഗ് കൊണ്ട് കണക്ട് ചെയ്ത പോലെയാണ് ഒരു ബോണ്ട്, കെമിക്കൽ ബോണ്ട് ഇരിക്കുന്നത്. സ്ലൈറ്റ്ലി ഇൻക്രീസ് ആൻഡ് ഡിക്രീസ്. ഇപ്പൊ 115 ചിലപ്പോൾ ഒരു 110 മുതൽ 120 വരെ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് 105 എന്നുള്ളത് ചിലപ്പോൾ ഒരു 100 മുതൽ 110 വരെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് വിചാരിക്കുക. ഇതൊക്കെ ഒരു ഇമാജിനേഷൻ ആണ്, കണക്ക് മനസ്സിലാൻ വേണ്ടി പറയുന്നത്. അതിനാണ് 115 എന്ന് പറഞ്ഞാൽ 105 എന്ന് പറയും. അപ്പൊ ചില സമയത്ത് ശ്രദ്ധിക്ക്, ഇത് 110 വരെ താഴാം, ഇതോ ചിലപ്പോൾ 110 വരെ ഉയരാം. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഈ ബോണ്ടുകൾ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഫെറോസയനൈഡിലും ഫെറൈസയനൈഡിലും അയൺ കാർബൺ ബോണ്ട് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ time may reach an instant may be there at which both the bonds have a identical length. ഫെറോസയനൈഡിലുള്ള ഷോർട്ട് ആയിരിക്കുന്ന ബോണ്ട് ഫെറിസയനൈഡിലുള്ള ഷോർട്ട് ആയിരിക്കുന്ന ബോണ്ട് സ്ലൈറ്റ്ലി എക്സ്പാൻഡും ഫെറോസയനൈഡിലിരിക്കുന്ന ലോങ് ആയിരിക്കുന്ന ബോണ്ട് സ്ലൈറ്റ്ലി കംപ്രസ്ഡ് ആയി വരുന്ന ഒരു സമയത്ത് ചിലപ്പോൾ നമ്മൾ നോക്കിയാൽ 110 വരെ അത് കൂടാം, ഇത് 110 വരെ അത് കുറയാം. അപ്പൊ ഈ സമയത്ത് ഒരു പ്രത്യേക സമയത്ത് ഇതും ഒരേപോലെ ആയി വന്നാൽ അപ്പോഴേ എന്ത് ചെയ്യാം? അപ്പൊ രണ്ടും യാതൊരു വ്യത്യാസമില്ല, ഇലക്ട്രോൺ ട്രാൻസ്ഫർ മേ ടേക്ക് പ്ലേസ്. അതാണ് സംഭവിക്കുക. മനസ്സിലായില്ലേ? അപ്പോഴേ at some instant yes both the bond length may be identical because of a bond vibrations, the shorter and the longer bonds. അബ്സല്യൂട്ട് ആയിട്ട് ഒന്ന് ലോങ്ങറും ഷോർട്ടറും ആണ്. രണ്ടും വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഈ ഷോർട്ടർ ഒന്ന് ചെറുതായിട്ട് എക്സ്പെൻഡ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ലോങ്ങർ സ്ലൈറ്റ്ലി കംപ്രസ്ഡ് ആവുമ്പോൾ എന്ത് സംഭവിക്കും? രണ്ടും ഈക്വൽ ആവുകയും ആ ഇൻസ്റ്റന്റിൽ ഇത് രണ്ടും കൂടി അടുത്തേക്ക് വരികയാണെങ്കിൽ ഈ പറഞ്ഞ ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുകയും ചെയ്യും. അങ്ങനെയാണ്. അപ്പൊ ആ വൈബ്രേഷൻ നടക്കണം. മനസ്സിലായില്ലേ? ഓർ it should be slightly, ഇത് രണ്ടും സ്ലൈറ്റ്ലി ഡിസ്റ്റോർട്ടഡ് ആയിരുന്ന സമയത്താണ് ഈ ട്രാൻസ്ഫർ നടക്കുക. അതിന് ഈ പറഞ്ഞ വൈബ്രേഷനും ലേസ് എനർജിയൊക്കെ ആവശ്യമുണ്ട്. അപ്പോഴേ ആ എനർജി ഇതിന് കിട്ടണം. പറഞ്ഞ ഒന്ന് കംപ്രസ്ഡ് ആവാനും മറ്റേത് ഇലോങ്ങേറ്റഡ് ആവാനും. സോ ദാറ്റ് ബോത്ത് ബിക്കം ഐഡന്റിക്കൽ. ദെൻ ഓൺലി an electron transfer can take place, otherwise it is against law of conservation of energy, because if otherwise such a reaction takes place it will start as emitting energy continuously, that is quite impossible. പറയുന്നതൊക്കെ മനസ്സിലാകുന്നില്ല? ഓക്കെ. അപ്പൊ ഇത് സംഭവിക്കണമെങ്കിൽ എന്ത് വേണം? രണ്ട് ബോണ്ടും ഈക്വൽ ആവുന്ന ഒരു ഇൻസ്റ്റന്റ് വരണം. ആ സമയത്താണ് ഈ ട്രാൻസിഷൻ നടക്കുന്നത്. നമ്മളിപ്പോ പറയുന്നത് ഔട്ടർ സ്ഫിയർ മെക്കാനിസം, മെറ്റൽ ലിഗാൻഡ് തമ്മിൽ ഉള്ള ബോണ്ട് ഇൻടാക്ട് ആയി നിൽക്കുകയാണ്.
ഈ ലിഗാൻഡിന്റെ ആ ക്ലൗഡിന്റെ ഉള്ളിൽ കൂടി എങ്ങനെയോ ഒരു ഇലക്ട്രോൺ ഇവിടെ ഒരു സ്പീഷീസ് മറ്റേ സ്പീഷീസിലേക്ക് മൂവ് ചെയ്യുന്നു. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ വരുന്ന കൺഫ്യൂഷൻ ആണ് പറയുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ. പിന്നെ വേറെ പോയിന്റുള്ള എന്താണ്? വി കൻ സീ ദാറ്റ് എനി അയോൺ ഈസ് സോൾവേറ്റഡ് ഇൻ അക്വസ് മീഡിയം. ഇത് നടക്കുന്ന എവിടെയാണ്? അക്വസ് മീഡിയത്തിലാണ് അല്ലേ? ഫെറോസ് ആൻഡ് ഫെറീസ് ആൻഡ് ഒരു മീഡിയത്തിൽ മിക്സ് ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുന്നത്. ഏത് അയോൺ ആയാലും വാട്ടർ മീഡിയത്തിൽ, അക്വസ് മീഡിയത്തിൽ, ഏത് സോൾവെന്റ് ആയാലും ദാറ്റ് ഈസ് സോൾവേറ്റഡ്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് വാട്ടർ ഇറ്റ് ഈസ് കോൾഡ് ഹൈഡ്രേറ്റഡ്. ഇപ്പോൾ ഫെറോസ് ആൻഡ് അയോൺ FeCN6 4- അയോൺ ഉണ്ട്. അതേപോലെ FeCN6 3- അയോൺ ഉണ്ട്. ഈ 3- ഇതിപ്പോ അയൺ 3 കോംപ്ലക്സ് ആണ് എടുത്തത്. അതിന്റെ ചുറ്റും വാട്ടർ മോളിക്യൂൾസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഇതിന്റെ ചുറ്റും വാട്ടർ മോളിക്യൂൾസ് അറേഞ്ച് ആയിട്ടുണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ദ സോൾവേഷൻ സ്ഫിയർ അറൗണ്ട് ദീസ് 2 അയോൺസ്. ഇത് രണ്ടും ഒരുപോലെ ആയിരിക്കുമോ? ഒരുപോലെ ആയിരിക്കില്ല. മനസ്സിലാകുന്നുണ്ടോ? കാരണം എന്താണ്? ദേ ഹാവ് ഡിഫറെന്റ് ചാർജസ്. A highly charged ion, whether it is a cation or ion, whatever it may be, is solvated more effectively than an ion with a lower charge. Why? Because a solvation is actually attraction of the dipoles. Water in the poles, water in the negative end. But then positive end. Because since it is an anion, yes, it is solvated like this. Oxygen is the negative and hydrogen is the positive, and we can see that this negative 4- ion, that is the ferrous ion, attracts more water molecules more closely because it has 4 negative charges compared to ferrous ion which has only 3 negative. This 3 negative charge ferrous ion solvation less effective compared to this one. Or we can say this is more extensively solvated than this one. No doubt, because of the greater charge. അങ്ങനെയുള്ള ഒരു 2 സ്പീഷീസുകൾ റിയാക്ട് ചെയ്തിട്ട് തിരിച്ച് മറ്റേ ഇത് ഫെറീസ് അയണായിട്ട് എന്തായി മാറും? ഫെറോസ് അയണായിട്ട് ഫെറീസ് അയണായി മാറുമ്പോൾ എന്താണ്? ഒരു ചാർജ് കുറഞ്ഞു. ഒരു ചാർജ് കുറഞ്ഞാൽ അതിനുള്ള സോൾവേഷൻ സ്ഫിയറിൽ മാറ്റം വരണം. മറ്റൊരു ചാർജ് കൂടും. അപ്പൊ എന്ത് ചെയ്യും? അതിന് സോൾവേഷൻ സ്ഫിയറിൽ അതിനും മാറ്റം വരണം. പറയുന്നത് മനസ്സിലാണ്ടോ? Since the charge of this species changes during electron, definitely the charge will change because it is a transfer of electron. Both the species will have to adjust its solvation sphere so as to become stable. നേരത്തെ 4 നെഗറ്റീവ് ചാർജ് ആയിരിക്കുന്ന ഫെറീസ് അയൺ വളരെ ഇഫക്റ്റീവായി സോൾവേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കമ്പയർഡ് ടു 3 നെഗറ്റീവ് ചാർജ് ആയിട്ടിരിക്കുന്ന ഫെറീസ് അയൺ. റിയാക്ഷൻ നടന്ന് ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടന്നു കഴിഞ്ഞാലോ ഇത് ഫെറോസ് അയണായി മാറും, ഇത് ഫെറീസ് അയണായി മാറും. അപ്പൊ ഇതിന്റെ ചുറ്റുള്ള വാട്ടർ മോളിക്യൂള് കുറച്ച് എന്താണ് 3- 4- ആകുമ്പോൾ കുറച്ചുകൂടി ഇഫക്റ്റീവായി സോൾവേറ്റ് ചെയ്യണം. 4- 3- ആകുമ്പോൾ അത് ലെസ് ഇഫക്റ്റീവായി സോൾവേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന്റെ റീ അറേഞ്ച്മെന്റ് അത്യാവശ്യമാണ്. എന്തിന്റെ? കോർഡിനേഷൻ സ്ഫിയറുള്ള ദ സോൾവേഷൻ സ്ഫിയർ. കോർഡിനേഷൻ സ്ഫിയറിന് പുറത്തുള്ള സോൾവെന്റ് മോളിക്യൂൾസ്, സോൾവെന്റ് ഷീത്ത് അറൗണ്ട് ദി ബോത്ത് ദി അയോൺ ആർ ടു ബി റീഅറേഞ്ച്. അതിനും എനർജി ആവശ്യമുണ്ട്. ആളുകൾ കുറച്ച് വാട്ടർ, ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് കുറച്ച് വാട്ടർ മോളിക്യൂള് എന്ത് ചെയ്യണം? Fe4- 3- ആകുമ്പോൾ കുറച്ച് വാട്ടർ മോളിക്യൂൾ അധികമാണ്. അതിനെ കുറച്ച് ഉള്ളത് തന്നെ അട്രാക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ആ ഫോഴ്സും കുറയും. കാരണം എന്താണ്? 4- അട്രാക്ട് ചെയ്യാൻ അത്ര 3- വാട്ടറിനെ അട്രാക്ട് ചെയ്യാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും ഇതിന്റെ ഡിസ്റ്റൻസ് എണ്ണം ഒക്കെ മാറ്റണം. ചുറ്റുള്ള വാട്ടർ മോളിക്യൂളിന്റെ എണ്ണം അതിന്റെ ഇതുമായിട്ടുള്ള എന്താണ് അപ്രോച്ച് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. എന്നാലും സ്റ്റേബിൾ ആവും. അതിന് വാട്ടർ മോളിക്യൂൾ ഇങ്ങനെ മാറ്റാൻ അത് സോൾവേഷൻ സ്ഫിയർ അഡ്ജസ്റ്റ് ചെയ്യാനും എനർജി ആവശ്യമുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യം നോക്കിയേ, ഇത് രണ്ടും കൂടെ റിയാക്ട് ചെയ്ത് ഇത് രണ്ടും ഒരു 3- ആവണം. രണ്ടും തമ്മിൽ ഭയങ്കര റിപ്പൽഷൻ ആയിരിക്കും. ഇതിന് അത്യാവശ്യം അടുത്ത് കൊണ്ടാൽ മാത്രം റിയാക്ട് ചെയ്യും. രണ്ട് ഇവിടെ അവിടെ നിൽക്കുന്നത് ഒരു ഇലക്ട്രോൺ ഇവിടുന്ന് ചാടി അപ്പുറത്തേക്ക് പോകാനൊന്നും പറ്റില്ല. അതോ 2 ions should approach each other to a closer distance against the electron. വളരെ കൂടുതൽ റിപ്പൽ 3- ആവണം 4- ആവണം എന്ന് പറഞ്ഞാൽ ഭയങ്കര റിപ്പൽഷൻ ആയിരിക്കും. അതിനെ അടുപ്പിച്ച് കൊണ്ടുവരാൻ എനർജി ആവശ്യമുണ്ട്. അപ്പൊ ഈ പറഞ്ഞ എനർജികളൊക്കെയാണ് ഈ പറഞ്ഞ 3 പ്രധാന കോൺട്രിബ്യൂഷൻ ആണ് ആർക്കുള്ളത്? നമ്മുടെ ആക്ടിവേഷൻ എനർജി ഹാസ് കോൺട്രിബ്യൂഷൻ ഫ്രം 3 പാർട്സ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻ ദ reaction, even though the reactant and products are having the same energy, it have as appreciable activation energy, and this activation energy is actually as a result of contribution from mainly
three parts. ഒന്നെന്താണ്? Yes, to distort the coordination sphere, adjust the bond length. Two, പിന്നെന്താണ്? Yes, to bring the two lightly charged ions together. And three, to adjust the solvation sphere around this reactant and product. Reactant product ആയി മാറുമ്പോൾ ഒരു മോളിക്യൂൾ വേറെ മോളിക്യൂളായി മാറുകയാണ്, സ്വാഭാവിക ചാർജ് മാറുകയാണ്, ചാർജ് മാറുമ്പോൾ സോൾവേഷനും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഈ മൂന്ന് കോൺട്രിബ്യൂഷനാണ് പ്രധാനമായിട്ടുള്ളത് എന്തിന്? ടുവേർഡ്സ് ദ ആക്ടിവേഷൻ എനർജി. അപ്പോൾ കോൺട്രിബ്യൂഷൻ കൂടുന്നതനുസരിച്ച് ആക്ടിവേഷൻ എനർജി കൂടും, അങ്ങനത്തെ റിയാക്ഷൻ സ്ലോ ആവും. മനസ്സിലായില്ലേ? സാധാരണഗതിയിൽ ഈ ടൈപ്പ് റിയാക്ഷൻ, അതായത് ഇലക്ട്രോൺ എക്സ്ചേഞ്ച് റിയാക്ഷനിൽ മാത്രമാണ് ഈ പ്രശ്നം വരുന്നുള്ളൂ. മറ്റൊരു വരുന്നില്ല എന്നല്ല, ഇതേപോലെ രണ്ടും ഈക്വലായി വരുന്നത്. മനസ്സിലായില്ലേ? മറ്റൊരു കേസിൽ മിക്കവാറും എന്തായിരിക്കും? റിയാക്ടന്റ് പ്രോഡക്റ്റ് ഇങ്ങനെയായിരിക്കും. അവിടെയും എന്തുണ്ട്? സഫിഷ്യന്റ് കൺസിഡറബിൾ ആക്ടിവേഷൻ എനർജി ഫ്രോം ദീസ് ത്രീ കോൺട്രിബ്യൂഷൻ. ആക്ടിവേഷന്റെ കോൺട്രിബ്യൂഷൻ ഇടയ്ക്ക് വരുന്നത് ഒന്ന് മനസ്സിലായിട്ട് പറയുന്നത് ഈ മൂന്ന് എനർജികളും ചേർന്നിട്ടാണ് ഈ റിയാക്ഷൻ നടക്കണമെങ്കിൽ കുറച്ച് എനർജി അങ്ങോട്ട് കൊടുത്തേ മതിയാവും. ആ എനർജിയുടെ ഉപയോഗം എന്തൊക്കെയാണ്? ഈ പറഞ്ഞ മൂന്ന് ഉപയോഗങ്ങളാണ്. എന്തൊക്കെയാണ്? ഒന്ന്, ഈ പറഞ്ഞ ബോഡി ലെങ്ത്തിന് അഡ്ജസ്റ്റ് ചെയ്യാൻ. രണ്ടാമത്തേത് ചാർജ് ഒരേപോലെയുള്ളതിനെ അടുപ്പിച്ച് നിർത്താൻ. മൂന്നാമത് റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അതിന്റെ സോൾവേഷൻ സ്ഫിയറിനെ വീണ്ടും റീ ഓർഗനൈസ് ചെയ്യാൻ. ഇതിന് മൂന്ന് എനർജി ആവശ്യമുണ്ട്. ആ മൂന്ന് എനർജി കൂടിയാണ് ആക്ടിവേഷൻ എനർജി ആയിട്ട് കാണുന്നത്. ഈവൻ ദോ റിയാക്ടന്റ് ആൻഡ് പ്രോഡക്റ്റ് ആർ ദ സെയിം, സ്റ്റിൽ ഇറ്റ് ഹാവ് കൺസിഡറബിൾ ആക്ടിവേഷൻ എനർജി. പറഞ്ഞ പോലെ മനസ്സിലായല്ലോ? മൂന്ന് ഭാഗങ്ങളാണ് അതുള്ളത്. എല്ലാം കൂടി ചേർന്നാണ് നെറ്റ് ആയിട്ട് നമുക്ക് കാണുന്നത്. ഇത് നടക്കണമെങ്കിൽ ഇത്ര എനർജി കിട്ടിയാൽ മതിയാവും. The energy that is to be supplied so that it will get transferred from the this is called the transition stage. ഇവിടെ എത്തുമ്പോഴേക്കും ബോണ്ടി ലെങ്ത് ഒക്കെ തുല്യമായി. മനസ്സിലായില്ലേ? സോൾവേഷൻ സ്ഫിയർ ഏകദേശം ഈക്വലൈസ് ചെയ്ത് രണ്ട് അയോൺസിനെയും അടുത്തടുത്ത് കൊണ്ടുവന്ന് അപ്പോഴാണ് എന്ത് നടക്കുന്നത്? ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുന്നത്. നടന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുന്നത്? നേരത്തെ പോലെ തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ എത്തിയാൽ തിരിച്ച് ഇങ്ങോട്ട് തന്നെ പറയണം, അങ്ങോട്ട് പോകാൻ ഈക്വൽ സാധ്യതയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫെറോസൈനൈഡ് കേസിലൊക്കെ എന്താണ്? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഈസ് ഓൾമോസ്റ്റ് യൂണിറ്റി. Equilibrium constant, molar concentration of the product minus divided by the product of the molar concentration of the reactant. രണ്ടും കൂടി എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ the equilibrium constant K is unity, or we can say delta G, which is minus RT ln K. If K is unity, RT ln K is equal to almost zero. That is energy is not, there is no energy change during the reaction. Energy is neither released nor absorbed. Absorbing energy is that is the activation energy. That's of course the activation energy ഉണ്ട്. പക്ഷേ എന്തില്ല? net energy change almost zero ആയിരിക്കും. Delta G is almost zero. K is almost unity in such reactions. ഒരേപോലത്തെ ഫെറോസൈനൈഡ്, പെറിസൈനൈഡ്, ഹെക്സാമീൻ കോബാൾട്ട് 2, ഹെക്സാമീൻ കോബാൾട്ട് 3യും അല്ല നേരത്തെ പറഞ്ഞ പോലെ എന്താണ് നേരത്തെ കണ്ട ഫിനാൻഡ്രോളിൻ അയൺ 2 കോംപ്ലക്സും ഫിനാൻഡ്രോളിന്റെ അയൺ 3 കോംപ്ലക്സും ഇതൊക്കെ റിയാക്ട് ചെയ്യുമ്പോൾ ഡെൽറ്റ ജി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഓൾമോസ്റ്റ് യൂണിറ്റി ആയിരിക്കും. ഡെൽറ്റ ജി ഓൾമോസ്റ്റ് സീറോ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഒന്ന് രണ്ട് എക്സാമ്പിൾ എടുത്ത് നോക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ ഫെറോസൈനൈഡിന്റെ കേസിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഫെറോസൈനൈഡിന്റെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ, ഫെറോസൈനൈഡ് പെറിസൈനൈഡ്, Fe6 മൈനസ് Fe3 മൈനസ്. ഇത് സംഗതി വളരെ സിമ്പിളാണ്. ഇത് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ അല്ലെങ്കിൽ ഒന്നും തിരിയാത്ത പോലെ തോന്നുന്നു. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാൻ ഒട്ടും മടിക്കരുത്. അതുകൊണ്ട് നിങ്ങളോട് പറയാണ്, ഇഫ് യു ഹാവ് എനി ഡൗട്ട്, ഇത് കാണുമ്പോൾ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ യു കോൾ മീ ദെൻ എൻ്റർ. ഓക്കെ, ഈ റിയാക്ഷന് ഇറ്റ് ഈസ് എ കൺസിഡറബിളി ഫാസ്റ്റ് റിയാക്ഷൻ. ഇതിന്റെ റേറ്റ് കോൺസ്റ്റന്റ് ഒക്കെ ഏകദേശം കുറച്ച് കൂടുതലുണ്ട്, കുഴപ്പമില്ല. ദിസ് ഈസ് എ കൺസിഡറബിളി ഫാസ്റ്റ് റിയാക്ഷൻ. ഇത് ഫാസ്റ്റ് ആണുള്ള കാരണം, ഒന്നാമത്തെ കാരണം എന്താണ്? വൈ ദിസ് ഈസ് എ ഫാസ്റ്റ് റിയാക്ഷൻ? വൈ ദ റേറ്റ് കോൺസ്റ്റന്റ് ഈസ് ഹൈ ഫോർ ദിസ് റിയാക്ഷൻ? ഇപ്പോൾ നേരത്തെ പറഞ്ഞു, ഈ പറഞ്ഞ ഫെറോസൈനൈഡ് പെറിസൈനൈഡിലുള്ള അയൺ കാർബൺ ബോണ്ട് ലെങ്ത് ഓൾമോസ്റ്റ് ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. എത്രത്തോളം വ്യത്യാസം കുറവാണോ അതിനനുസരിച്ച് റിയാക്ഷൻ നമുക്ക് അറിയാം. ഇത് രണ്ടും ഒരുപോലെയായി വന്നാൽ മാത്രമേ റിയാക്ഷൻ നടക്കൂ. അപ്പോൾ വളരെ അടുത്താണ് വാല്യൂസ് എങ്കിൽ അത് അടുത്ത് ഒരേപോലെ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ 110,
115 ആണെങ്കിൽ അത് രണ്ടും തമ്മിൽ അടുക്കുള്ള 103 104 ആകാനുള്ള സാധ്യത വളരെ നേരെ മറിച്ച് ഒന്ന് 110 ഒന്ന് 140 ആണെങ്കിൽ അതിന്റെ അടുക്കുള്ള 120 ഒക്കെ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്, ഇക്വിലിബ്രിയം ആവാൻ വേണ്ടി. ശരിയല്ലേ? അപ്പോൾ ഈ അയൺ കാർബൺ ബോണ്ടിലും in ferrocyanide and ferricyanide are almost the same. The slight difference is there, of course. നമ്മൾ നേരത്തെ പറഞ്ഞു ഒന്ന് ഷോർട്ടറും ഒന്ന് ലോങ്ങറും ആണ്, ബട്ട് ഡിഫറൻസ് ഈസ് സ്മോൾ. അത് പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഇതിന്റെ കോൺഫിഗറേഷൻ നോക്കുമ്പോൾ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ T2G6ഉം ഇത് T2G5ഉം T2G5 ആണ്, രണ്ടിലും Eg0 ആണ്. Okay, and you can see that these T2G orbitals are those orbitals. Ligand, where the axis la ligands are. പഴയ കാര്യങ്ങൾ ഓർമ്മിക്കുക. The T2G orbital lie in between the ligands, whereas the Eg orbital lie as the same direction of the ligands. അതുകൊണ്ട് അതിന്റെ എനർജി കൂടി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഇലക്ട്രോണിലെ എണ്ണത്തിൽ മാറ്റം വരും. T2G6 എന്തായി മാറി T2G5. So we can see that in the case of ferrocyanide ferricyanide electron transfer, the change in the electron density or electron number or electron density വരുന്ന മാറ്റമാണ്, that is in the T2G orbital. Only change in the T2G, no change in the Eg orbital. Eg ലാണ് വരുന്നതെങ്കിൽ Eg നേരത്തെ ഓക്സിഡൈസ്ഡ് സ്റ്റേറ്റ് ഇതാണ് നേരത്തെ, റെഡ്യൂസ് സ്റ്റേറ്റിലേക്ക് ഒരു ഇലക്ട്രോൺ കൂടി തന്നെ വരിക അല്ലെ. ഇജിയിലാണ് വന്നതെങ്കിൽ എന്താണ് ഇവിടെ ഈ മെറ്റൽ ലിഗാൻഡ് ബോണ്ട് അത് കൂടുതൽ അകലത്ത്, കാരണം റിപ്പൽഷൻ വിൽ ബി മോർ. പറഞ്ഞത് മനസ്സിലാണ്ട, ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെയാണ് ലിഗാൻഡ് ഇരിക്കുന്നത്, ഇതാണ് T2G, ഇതാണ് Eg. This is T2G, this is Eg. If there is any change in the number of Eg electrons, that will affect the metal ligand distance much more then a change that takes place in the T2G orbitals, because T2G orbitals are not directed towards the ligand. അപ്പോൾ T2G orbitals-ന്റെ ഉള്ള ഇലക്ട്രോൺസിന്റെ എണ്ണത്തിലാണ് as a result of electron transfer, if there is a change in the change may be either increase or decrease in the electrons in the T2G orbitals, that will not affect the metal ligand distance much, whereas if there is a change in the number of electrons in the Eg orbital, whether a decrease or increase, that will affect the metal ligand distance more. ശരിയല്ലേ? അപ്പോൾ ഫെറോസൈനൈഡിലും ഈ വ്യത്യാസം വളരെ കുറഞ്ഞിരിക്കുന്നതിന് ഒരു കാരണം T2Gയിലാണ് മാറ്റം, Eg-യിൽ മാറ്റങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ മാറ്റങ്ങൾ മാത്രമല്ല, T2G6-ൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി T2G5 ആവും. T2G5-ലേക്ക് ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ എന്തായി T2G6 ആയി. Eg-യിൽ യാതൊരു മാറ്റവും വരുന്നില്ല. ഇലക്ട്രോൺ പോകാനൊരു വേക്കൻസി അവിടെ ഉണ്ട്, അതേപോലെ ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ വരുന്ന വേക്കൻസി അവിടെ നിൽക്കില്ല, ഒരു കുഴപ്പമില്ല. T2G6 T2G6 ഇലക്ട്രോൺ പോയി T2G5 ആണ്, അതാണ് ഇവിടെ വേണ്ടതും. കുറച്ച് മനസ്സിലെന്താണ് ഈ T2G5-ൽ നിന്ന് ഒരു ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ T2G6 ആയി, അതാണ് ഇവിടെ വേണ്ടതും. ചുരുക്കി പറഞ്ഞാൽ ഇലക്ട്രോൺ പോയി കഴിയുമ്പോൾ ഉണ്ടാവുന്ന കോൺഫിഗറേഷനും ഇലക്ട്രോൺ എത്തിച്ചേരുന്ന സ്ഥലത്ത് ഉണ്ടാവുന്ന കോൺഫിഗറേഷനും യഥാർത്ഥ അതിന് വേണ്ട കോൺഫിഗറേഷൻ തന്നെയാണ്, പിന്നെ ഒരു മാറ്റത്തിന്റെ ആവശ്യമില്ല. മനസ്സിലാകുന്നുണ്ടോ? അത് വേറൊരു പോയിന്റാണ്. പിന്നെ പറഞ്ഞ T2G ഓർബിറ്റൽ ഇലക്ട്രോൺസിന്റെ എണ്ണത്തില് മാറ്റം വരുന്നത് Eg-യിൽ വരുന്നില്ല. Eg-യിൽ വരാത്തതുകൊണ്ട് Eg-യിൽ വന്നാല് ആ മെറ്റൽ ലിഗാൻഡ് ഡിസ്റ്റൻസ് കൂടുതൽ മാറ്റങ്ങൾ വരുത്തണം. സ്വാഭാവികമായിട്ടും റിയാക്ഷൻ സ്ലോ ആവും. ഇതൊന്നും നമ്മൾ അയൺ സയനൈഡ് കോംപ്ലക്സിന്റെ കേസിൽ വരാത്തതുകൊണ്ട് ഈ റിയാക്ഷൻ കമ്പാരിറ്റീവ്ലി ഫാസ്റ്റ് ആയി നടക്കും. അതേ സമയത്ത് ക്ലിയർ ആണ്. അടുത്ത എക്സാമ്പിൾ നോക്കിയാൽ മതി. യു കൺസിഡർ CO NH3 6 times 2+ and CO NH3 6 times 3+. Again, that is an electron transfer reaction. It is also an electron exchange reaction. What is the configuration of a hexamine cobalt 2? This is cobalt 2+, that is D7, and the cobalt 3+, that is D6. This D7 in the case of ammonia is T2G5 Eg2, and in the case of cobalt 3 it is T2G6 Eg0. This is a high spin complex, this is a low spin complex. ഒരേ ലിഗാൻഡ് ആണെങ്കിൽ തന്നെ cobalt 2 cobalt 3 ആകുമ്പോൾ ലിഗാൻഡ് ആയിട്ടുള്ള ബോണ്ട് കൂടുതൽ സ്ട്രോങ് ആവും. അപ്പോൾ എന്തായി
ഈ ബോണ്ട് ലേശം വീക്കാണ്, അത് ഹൈ സ്പിൻ. ആ കൊബാൾട്ടിന്റെ കേസിൽ വരുന്നൊരു കാര്യമാണ്. അതിന്റെ കേസിൽ അങ്ങനെ വരുന്നില്ല. കൊബാൾട്ട് 2, കൊബാൾട്ട് 3, അമോണിയ ലിഗാൻഡ് യുനോ ഇറ്റ് ഈസ് ഇതിപ്പോ രണ്ടും സയനൈഡ് ലിഗാൻഡ് ആണെങ്കിലും മനസ്സിലുണ്ടോ, രണ്ടും സയനൈഡ് ലിഗാൻഡ്, രണ്ടും സ്ട്രോങ് ലിഗാൻഡ് ആണ്. ഇതും ലോ സ്പിൻ ആയിരിക്കും. ഇത് രണ്ടും ഫ്ലോറൈഡ് ആകെ ഇതും ലോ സ്പിൻ ആയിരിക്കും, യാതൊരു സംശയം അല്ല, ഹൈ സ്പിൻ ആയിരിക്കും. രണ്ട് ഫ്ലോറൈഡ് ആണെങ്കിൽ ഹൈ സ്പിൻ വീക്ക് ലിഗാൻഡ് ആണ്, രണ്ടും സയനൈഡ് ആണെങ്കിൽ എന്താണ് സ്ട്രോങ് ലിഗാൻഡ് ആണ്, അത് ലോ സ്പിൻ ആയിരിക്കും. അമോണിയ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് അല്ല വീക്ക്, നമുക്ക് ഇന്റർമീഡിയറ്റ് സ്ട്രെങ്ത് ഉള്ള ലിഗാൻഡ് ആണ്. അതുകൊണ്ട് തന്നെ കൊബാൾട്ട് 2 ആയിട്ട് ഫോം ചെയ്യുന്ന കോംപ്ലക്സ് എന്താണ്, ഹൈ സ്പിൻ ആണ്. കൊബാൾട്ട് 3 ആയിട്ട് ഫോം ചെയ്യുന്ന കോംപ്ലക്സ് ലോ സ്പിൻ ആണ്. അങ്ങനെയാണ് വരുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ഇത് T2G5 Eg2 ആണ്, T2G6 Eg0 ആണ്. Okay. Not only that, we can see that the cobalt nitrogen bond length in cobalt 2 complex and the cobalt nitrogen in cobalt bond length in cobalt 3 complex much different. 196 മറ്റേത് 211 195 ആണ് തോന്നുന്നു PM ആണ്. ഒരു 10-16 PM വ്യത്യാസമുണ്ട്. ഓരോ സ്ഥലത്ത് 5 PM വ്യത്യാസം, അങ്ങനെ രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇത് രണ്ടിന്റെ ബോണ്ട് ലെങ്ത്തുകള് തമ്മിലെ വ്യത്യാസം കൂടുതലാണ്. അതായത് hexamine cobalt 2 is a considerably longer bond compared to hexamine cobalt 3. cobalt 3 ഷോർട്ട് ആണ്, മറ്റേത് ലോങ് ആണ്. വാല്യൂ ഒന്ന് എഴുതി വെക്കുക, ഓർത്ത് വെക്കണം. വ്യത്യാസം ഏകദേശം ശ്രദ്ധിക്കണം എനിക്ക് തോന്നുന്നത്. എന്തായാലും നമ്മുടെ വ്യത്യാസം ഇതിനെ അപേക്ഷിച്ച് കൂടുതലാണ്. അതിനേക്കാൾ പ്രധാനമായിട്ട് നമുക്കറിയാം, ഇതാണ് കൊബാൾട്ട് 2ന്റെ ബോണ്ട്, ഇതാണ് കൊബാൾട്ട് 3ന്റെ കോൺഫിഗറേഷൻ. ഇനിയിപ്പോ ഈ കൊബാൾട്ട് 2 ഒരു ഇലക്ട്രോൺ ലൂസ് ചെയ്ത് എന്തായി മാറും, കൊബാൾട്ട് 3 ആയി. അപ്പോൾ എന്തായാലും കോൺഫിഗറേഷൻ വരുന്നത് T2G5 Eg1 എന്നായി മാറും. കാരണം Eg എന്ന ഇലക്ട്രോൺ പോവാം. ഇലക്ട്രോൺ ഓൾവേസ് ഗോസ് ഫ്രം ദി ഹയർ എനർജി ഓർബിറ്റൽ, നോട്ട് ഔട്ട്. T2G5 Eg1 എന്നായി മാറും. അപ്പൊ എന്തായി മാറിയത്, കൊബാൾട്ട് 3 ആയി മാറി. കൊബാൾട്ട് 3ക്ക് എന്താ വേണ്ടത്, T2G6 ആ വേണ്ടത്. പക്ഷേ ഇലക്ട്രോൺ പോയി കഴിയുമ്പോൾ എന്തായിട്ടാണ് വരുന്നത്, T2G5 Eg1 ആയിട്ടാണ് വരുന്നത്. അതേപോലെ തന്നെ ഈ പറഞ്ഞ ഈ D6ലേക്ക് ഒരു ഇലക്ട്രോൺ വന്നാൽ D7 ആവും. അത് T2G6 Eg0യിലേക്ക് ഒരു ഇലക്ട്രോൺ വരുമ്പോൾ എന്തായി മാറിയത്, അത് T2G6 Eg1 എന്നായി മാറി. ശരിക്കും എന്താ വേണ്ടത്, അത് T2G5 Eg2 എന്നാ വേണ്ടത്. പറഞ്ഞ് മനസ്സിലാണെങ്കിൽ ഞാൻ വേറെ പറയുക. ഇത് കൊബാൾട്ട് 2 ammonia complex. Okay. This is cobalt 3 ammonia complex. Okay. This is a D7 high spin. This is a D6 low spin. That is high spin means a T2G5 Eg2. Low spin means a T2G6 Eg0. ഇതാണ് അവർക്ക് സ്വന്തമായിട്ടുള്ള കോൺഫിഗറേഷൻ വരുന്നത്. ഇനിയിപ്പോൾ ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടന്ന് കഴിയുമ്പോൾ ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ പോകും. അപ്പൊ എന്തായി മാറി, കൊബാൾട്ട് 3 ആയി മാറും. കൊബാൾട്ട് 3. And this cobalt 3 is a T2G5 Eg1. യഥാർത്ഥത്തിൽ എന്താ വേണ്ടത്, ആ T2G6 എന്നാ വേണ്ടത് കൊബാൾട്ട് 3ക്ക്. അതിന് പകരം വരുന്ന ഇലക്ട്രോൺ പോകുമ്പോൾ വരുന്നത് എന്താണ്, അതേപോലെ ഇവിടുത്തെ ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാലോ ഇതിലേക്കാണ് വരുന്നത്. അപ്പോൾ T2G6 Eg1. ആക്ച്വലി എന്താ വേണ്ടത്, ഈ കൊബാൾട്ട് 2ന് should be T2G5 Eg2 എന്നാ വേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, ഞാൻ നേരത്തെ പറഞ്ഞു, അതിന് വേണ്ട കോൺഫിഗറേഷൻ അല്ല, വേണ്ടാത്തൊരു കോൺഫിഗറേഷൻ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ശേഷം വരിക. ഇലക്ട്രോൺ ട്രാൻസ്ഫർ ശേഷം കൊബാൾട്ട് 2 കൊബാൾട്ട് 3 ആവുമ്പോൾ അത് കൊബാൾട്ട് 3യുടെ അമോണിയ കോംപ്ലക്സിന്റെ കോൺഫിഗറേഷൻ എന്താണ്, T2G6 ആണ്. പക്ഷെ വരുന്നത് എന്താണ്, T2G5 Eg1 എന്നാണ് വരിക. കാരണം T2G5 Eg2 ഇലക്ട്രോൺ പോയാൽ T2G5 Eg1 വരും. അതേപോലെ T2G6ലേക്ക് ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ T2G6 Eg1 എന്നായി വരൂ. യഥാർത്ഥത്തിൽ എന്താ വേണ്ടത്, അത് T2G5 Eg2 എന്നാണ് വേണ്ടത്. അപ്പൊ ഈ കേസിൽ അതിന് സ്റ്റേബിൾ ആണ്. ഇനി ഒരു ട്രാൻസ്ഫർ കൂടി നടക്കാം. എന്താണ്, ഈ T2G5 Eg2 ഈ ഇലക്ട്രോൺ തിരിച്ച് താഴേക്ക്, അതായത് T2Gയിലേക്ക് വരണം. എന്നാൽ T2G6 ആവും. അപ്പോൾ ഇവിടുന്ന് എന്ത് വേണം, ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ T2Gയിൽ നിന്ന് Egയിലേക്കും പോകണം. പറഞ്ഞ മനസ്സിലാകുന്നില്ല. So a rearrangement of electron in the T2G and Eg orbitals are required in the case of ammonia cobalt complex.
cobalt to cobalt 3 electron transfer. Electron transfer നടന്നു കഴിഞ്ഞാൽ the resulting electronic configuration is not the same as that is required for the particular complex that is formed. You know, a cobalt 2 complex, ammonia complex is converted to cobalt 3 complex. Cobalt 2 complex is converted into cobalt 3 complex, which requires a T2G6 configuration, but the electronic configuration that is resulting from the removal of an electron is T2G5 Eg1. മനസ്സിലായില്ലേ? T2G5 Eg1 എന്നാ കിട്ടുക, ആ T2G6ലേക്ക് മാറണം. അതേപോലെ ഇലക്ട്രോൺ അങ്ങോട്ട് പോയ സ്ഥലത്ത് T2G6ലേക്ക് പോയാൽ T2G6 Eg1 എന്നാണ് വരിക. വേണ്ട എന്താണ്? T2G5 Eg2 എന്നാണ് വരേണ്ടത്. കാരണം ഇവിടെ ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ ഇത് ഇതുപോലെയായി മാറുക വേണ്ടത്. അത് മാറുന്നില്ല. അയാൾ നേരത്തെ കേസിൽ കുഴപ്പമില്ലായിരുന്നു. T2G6ഉം T2G5ഉം ആണ്. 5ലേക്ക് ഒന്ന് വന്നാൽ 6 ആയി, 6 നിന്ന് പോയാൽ 5 ആയി. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. വ്യത്യാസം മനസ്സിലുണ്ടോ? അപ്പോൾ അത് റീഅറേഞ്ച് ചെയ്യണമെങ്കിൽ പിന്നെയും എനർജി കൺസ്യൂമിങ് ആണ്, ടൈം കൺസ്യൂമിങ് ആണ്. ബോണ്ട് ലെങ്ത് കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നു. മനസ്സിലായില്ലേ? ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് എന്താണ് കോബാൾട്ടിന്റെ കേസിൽ hexammine cobalt 2, hexammine cobalt 3 electron transfer is much slower than hexacyanoferrate 2 and hexacyanoferrate. ഇവിടെ ഫാസ്റ്റ് ആണ്, ഇത് സ്ലോ ആണ്. മനസ്സിലായി നിങ്ങൾക്ക്? ഇതിന്റെ ബോണ്ട് ലെങ്ത്തുകൾ തമ്മിൽ വ്യത്യാസം കൂടുതലാണ്. ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സിമിലർ അല്ല. ഇവിടെ സിമിലർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്, ബോണ്ട് ലെങ്ത് കുറവാണ്. ഇവിടെ Eg ഓർബിറ്റിൽ വരുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണത്തിൽ മാറ്റം വരുന്നുണ്ട്. മനസ്സിലായില്ലേ? T2G5 Eg2 T2G6 ആണ്. Eg-ൽ 2 ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ Eg-ൽ ഇലക്ട്രോൺ ഇല്ല. അപ്പോൾ അത് ബോണ്ടുകൾ കൂടുതൽ, അതായത് ബോണ്ട് ലെങ്ത്തിൽ വ്യത്യാസം കൂടുതൽ വരുന്നത്. മറ്റേ അയൺ സയനൈഡ് കേസിൽ ബോണ്ട് ലെങ്ത് അത്രയും വ്യത്യാസം ഇല്ലാത്തതും അത് തന്നെയാണ്. Whenever an electron transfer involves electron in the Eg orbital, such reactions will be usually slow and such bond length will be usually much different. Bond lengthകൾ തമ്മിലുള്ള വ്യത്യാസം കൂടുതലായിരിക്കും. Eg-ൽ വ്യത്യാസം വരുമ്പോൾ Eg-ൽ രണ്ടും Eg-ൽ പെറോക്സൈഡ് ഫെറിസിന്റെ കേസിൽ Eg രണ്ടും കാര്യമാണ്. ഇലക്ട്രോൺ വ്യത്യാസം T2G5 മറ്റേ T2G6 ബോണ്ട് ലെങ്ത് തമ്മിൽ വ്യത്യാസം കുറവായിരിക്കും. റീഅറേഞ്ച്മെന്റിന്റെ ആവശ്യമില്ല. ഇത് കുറച്ച് ഫാസ്റ്റായി നടക്കും. അവിടെ റീഅറേഞ്ച് വേണം, ബോണ്ട് ലെങ്ത് കൂടുതലാണ്, അത് വളരെ സ്ലോ ആണ്. മനസ്സിലായില്ലേ? ഇനിയിപ്പോ ഈ രണ്ട് കേസ് ഇലക്ട്രോൺ എക്സ്ചേഞ്ച് റിയാക്ഷൻ ആണ്. അതിനേക്കാൾ കൂടുതൽ ഫാസ്റ്റ് ആയിട്ടാണ് പലപ്പോഴും നടക്കുക മറ്റേ ഇലക്ട്രോൺ ട്രാൻസ്ഫർ റിയാക്ഷൻ നടക്കുക. അതായത് ഇലക്ട്രോൺ ട്രാൻസ്ഫർ റിയാക്ഷൻ വിത്ത് റിസൾട്ട്സ് ഇൻ എ നെറ്റ് കെമിക്കൽ ചേഞ്ച്. അവിടെ ഒരു കാര്യമുണ്ട്. ഇവിടെ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ വീണ്ടും അങ്ങോട്ടും നടക്കാം. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞു 1 യൂണിറ്റി ആണെന്ന് പറഞ്ഞു, ΔG ഓൾമോസ്റ്റ് 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. നേരെ മറിച്ച് if you consider a reaction in which there is a net chemical change and if this is like this, that means this is a energy releasing process. Delta G is negative, K is more than 1. That means such a reaction will be much faster. For electron transfer reaction which does not result in a net chemical change, which result in a net chemical change will be usually faster. Because yes, that is a net chemical change, and in many cases delta G is negative or equilibrium constant is greater than 1. We can see that such a reaction will be much faster. ഇതിനേക്കാളൊക്കെ ഫാസ്റ്റ് ആയി നടക്കും പലപ്പോഴും. ഇത് ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഇത് രണ്ടും ഒരേപോലത്തെ സ്പീഷീസ് ആണ്. hexammine cobalt ഒരേപോലെ സ്പീഷീസ് ആണ്. എന്താണ്? ഇലക്ട്രോൺ എക്സ്ചേഞ്ച് ആണ് മാത്രമേ നടക്കുന്നുള്ളൂ. നെറ്റ് കെമിക്കൽ ചേഞ്ച് ഇല്ല. പക്ഷേ നെറ്റ് കെമിക്കൽ ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ അത് ഒരു ഡയറക്ഷനിൽ മാത്രമേ നടക്കാൻ സാധ്യതയുള്ളൂ, തിരിച്ചു നടക്കാൻ സാധ്യത കുറവാണ്. But the point, and such reactions will be, in many cases that will be exothermic, delta G will be negative, and we can say such reactions are much faster. Net chemical change in the reactions കുറച്ചുകൂടി ഫാസ്റ്റ് ആയിരിക്കും. But the point, എല്ലാ കേസിലും ഒരു കാര്യം ശ്രദ്ധിക്കുക, the metal ligand coordination sphere remains intact, unbroken. And such reactions are usually seen in cases where both the reductant and the oxidant are inert complexes. That means the metal ligand bond is strong and they will not undergo any ligand substitution during the reaction. ഈ റിയാക്ഷൻ എടുക്കാൻ കൂടി സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും നടക്കില്ല. കാരണം എന്താണ്? മെറ്റൽ ലിഗാൻഡ് ബോണ്ട് സ്ട്രോങ് ആണ്, ഇനർട്ട് കോംപ്ലക്സ് ആണ്. അതുകൊണ്ട് തന്നെ മെറ്റൽ കോർഡിനേഷൻ സ്ഫിയർ റിമെയിൻസ് ആസ് സച്ച് ഡ്യൂറിംഗ് ദി ഇലക്ട്രോൺ ട്രാൻസ്ഫർ റിയാക്ഷൻ. റിയാക്ഷന് മുമ്പേയും ശേഷവും അതിന്റെ കോർഡിനേഷൻ സ്ഫിയറിന് മാറ്റമൊന്നുമില്ല. ആകെ ഒരു വ്യത്യാസം എന്താ വരിക? one electron, one species loses 1 electron, the other species gains 1 electron. And another important point is that in the case of ligands like ammonia ligand വരുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ ഇഫക്റ്റീവ് ട്രാൻസ്ഫർ നടക്കുക സയനൈഡ് ലിഗാൻഡ് വരുമ്പോഴാണ്. സയനൈഡ്, ഫിനാന്ത്രോളിൻ,
by period we can see that the electron transfer reactions are much outer sphere transfer reactions are much faster than ligands like say ammonia or chloride because ammonia chloride conductivity